ജനിച്ച് നിരീശ്വരവാദിയായി വളർന്നു വന്ന് പിന്നീട് ജീസസ് പ്രവർത്തകരുടെ നിരന്തരമായ ഇടപെടലുകൾ മൂലം ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ. ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ഡോക്ടറിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ഡോക്ടറിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് ശ്രമിക്കാം. സ്തുതിയായിരിക്കട്ടെ. ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ദൈവവിശ്വാസം നഷ്ടപ്പെടുകയും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി മാറുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആണ് കമ്മ്യൂണിസം റഷ്യയിൽ തകർന്നു പോയത്. ആ സമയത്ത് വീണ്ടും ഞാനൊരു വിശ്വാസ പ്രതിസന്ധിയിലായി. ആ സമയത്താണ് ജീസുത്തായ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം എനിക്ക് ഒരു ക്രിസ്തീയ വിശ്വാസം ലഭിക്കുന്നത്. അവരൊത്തിരി കാലം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തായിരുന്നു എൻ്റെ ഒരു മാനസാന്തരത്തിന് വേണ്ടി. അങ്ങനെയാണ് എനിക്ക് മാനസാന്തരം ഉണ്ടാകുന്നത്. അവരെന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൊണ്ടുപോവുകയും എനിക്ക് ബൈബിൾ തരികയൊക്കെ ചെയ്തു. അങ്ങനെ വചനം പഠിക്കാനും അതുപോലെ തന്നെ എല്ലാ ബുധനാഴ്ചകളിലും പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാനൊക്കെ ഞാൻ ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ തന്നെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോ ആണ് ഉള്ളത് എന്നുള്ളതിന് ഒരു സംശയമില്ലായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് ലഭിച്ചായിരുന്നു. അപ്പോൾ നൊയമ്പ് കാലത്ത് എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ 40 ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഞാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞുള്ള മൺഡേ ഞാൻ ഓർത്തു ഇനിയിപ്പം എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്ക് പോകണ്ടല്ലോ എന്നോർത്ത് ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. അപ്പം കുർബാനയുടെ സമയമായപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ കാൽക്കൽ ഒരാളിരിക്കുന്നു. അത് ഈശോ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, ഈശോയെ നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? അപ്പം ഈശോ എന്നോട് ചോദിച്ചു, നീ എല്ലാ ദിവസവും പള്ളി വരുന്നുണ്ടായിരുന്നല്ലോ, ഇന്നെന്താ വരാത്തെ? ഞാൻ പറഞ്ഞു, കർത്താവേ അതിനിപ്പം നൊയമ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഞാൻ ഈ വെള്ളി ശനി ഞായറൊക്കെ വന്നാൽ പോരെ? അപ്പോൾ ഈശോ എന്നെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, നാളെ ജോൺ പോൾ II മാർപ്പാപ്പ നാഗമ്പടം മൈതാനിയിൽ വരും എന്ന് കേട്ടാൽ നീ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, അതിന് ഞാനിപ്പോൾ ഇന്ന് തന്നെ പോകും കർത്താവേ, ഫ്രണ്ടിൽ തന്നെ സ്ഥലം പിടിക്കും. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജോൺ പോൾ II മാർപ്പാപ്പനെ ഒന്ന് നേരി കാണണമെന്നുള്ളത്. അപ്പോൾ കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ജോൺ പോൾ II മാർപ്പാപ്പേനെക്കാളും വലിയവനാണോ ഞാൻ? ഞാൻ പറഞ്ഞു, കർത്താവ്, നീ കർത്താവല്ലേ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ഞാനല്ലേ എല്ലാ ദിവസവും പള്ളിയിൽ ആൾത്താരയിൽ വിശുദ്ധ കുർബാനയിൽ വരുന്നത്, എന്നെ നിനക്ക് കാണണ്ടേ? ഞാൻ പറഞ്ഞു, കർത്താവ് ഉറപ്പായും എനിക്ക് കാണണം, ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പള്ളിയിലോട്ട് ഓടി. ഇത് 1995 ഈസ്റ്റർ മൺഡേയാണ് സംഭവിക്കുന്നത്. അന്ന് തുടങ്ങി ഇന്ന് വരെ ഒറ്റ ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നത് മുടക്കിയിട്ടില്ല. കാരണം കർത്താവിന് എന്നെ കാണണമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പോകും. എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. സെയിൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ അവിടുന്ന് അതിനേക്കാൾ ഒത്തിരി ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ നമ്മളെ തേടുന്നുവെന്ന്. ഇങ്ങനെ എന്നെ തേടി കാത്തിരിക്കുന്ന ഒരു ഈശോയെ കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പോകും. ഇങ്ങനെ എല്ലാ ദിവസവും ഈശോയെ കാണാൻ പോകുമ്പോൾ മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈശോ സ്വീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ കരയുമായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് അറിയാമായിരുന്നു. അവരെന്നെ എപ്പോഴും ആശ്വസിപ്പിക്കുമായിരുന്നു, നിനക്ക് എപ്പോഴെങ്കിലും മാമോദീസ സ്വീകരിക്കാൻ പറ്റും, ഈശോനെ സ്വീകരിക്കാൻ പറ്റുമെന്നൊക്കെ. ഒരു ദിവസം ഞങ്ങളുടെ ഫോറൻസിക് മെഡിസിൻ ക്ലാസ്സിൽ സാറ് പൊട്ടാസ്യം സയനൈഡ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു തുള്ളി പൊട്ടാസ്യം സയനൈഡ് നമ്മുടെ നാവിൽ സ്പർശിച്ചാൽ ആ നിമിഷം തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളിലുള്ള ഓക്സിഡേഷൻ നിന്നു പോകും. കാരണം ഈ ഓക്സിഡേഷനെ സഹായിക്കുന്ന ഒരു എൻസൈമിനെ ഈ പൊട്ടാസ്യം സയനൈഡ് കോമ്പറ്റീറ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ നാവിൽ തൊടുന്ന നിമിഷം തന്നെ എല്ലാ കോശങ്ങളെയും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഈ പൊട്ടാസ്യം സയനൈഡിനേക്കാളും എന്തുമാത്രം പൊട്ടൻ്റാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. അപ്പോൾ ഈശോ ഒരു വിശ്വാസിയുടെ നാവിൽ വരുമ്പോൾ അയാളുടെ ശരീരത്തിൽ മുഴുവൻ ഈശോയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എനിക്ക് ശരിക്കും നിങ്ങളോട് അസൂയ തോന്നുന്നു. ചുമ്മാതല്ലേ ക്രിസ്ത്യാനികൾ ഇത്ര ശക്തരായിരിക്കുന്നു, ഇത്ര വിശുദ്ധരാകാൻ പറ്റുന്നത് ക്രിസ്ത്യാനികൾക്ക് ഇതുകൊണ്ടാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോയപ്പോൾ എൻ്റെ സുഹൃത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വേറൊരു ചിന്ത വന്നു. ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ അയാളെ ഞാനൊന്ന് സ്പർശിച്ചാൽ ആ ഷോക്ക് എന്നിലേക്ക് പ്രവഹിക്കും, എനിക്കും ഷോക്ക് അടിക്കും. അപ്പം ഞാൻ ഓർത്തു, ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വേറൊരു മുഖം ഓർമ്മ വന്നു. ബൈബിളിൽ
ആ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ ഉടുപ്പിന്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ തന്നെ ഈശോ സാക്ഷ്യപ്പെടുത്തി, എന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചു, ആരോ എന്നെ സ്പർശിച്ചു എന്ന്. ഇത് രണ്ടും കൂടി എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ സുഹൃത്ത് വിസ്തുർബാന സ്വീകരിച്ച് എൻ്റെ അടുത്തെത്താറായി. ഞാൻ ഓർത്തു, ഇപ്പോൾ ഇയാളുടെ ദേഹം മുഴുവൻ ഈശോ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ആ സ്ത്രീയെ പോലെ വിശ്വാസത്തോടെ ആളെ സ്പർശിക്കുകയാണ്, കർത്താവെ നീ എൻ്റെ ഉള്ളിൽ വരണമേ എന്ന്. ഞാൻ സ്പർശിച്ചു, ഈശോ എൻ്റെ ഉള്ളിൽ വന്നു. എനിക്കത് ഭയങ്കര അനുഭവമായിരുന്നു. അപ്പോൾ ഇതിന് കുർബാനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഈ അനുഭവം പങ്കുവച്ചപ്പോൾ അവരെല്ലാം കരയാൻ തുടങ്ങി. അതിനുശേഷം എല്ലാ ദിവസവും കുർബാന കഴിയുമ്പം ഇവർ സ്വീകരിച്ചിട്ട് ഇവർ വന്നിട്ട് എന്നെ തൊടുകയും എന്നെ തൊടും, അല്ലെങ്കിൽ എനിക്ക് ഒരു ഈശോ ഷേക്കാൻ തരും, അല്ലെങ്കിൽ ഒരു ഈശോ കെട്ടിപ്പിടുത്തം തരും, ഈശോ ഉമ്മ തരും. ഇങ്ങനെ 6 വർഷത്തോളം ഞാൻ ഈശോയെ സ്വീകരിച്ചു. ഇങ്ങനെ എൻ്റെ മാമോദിസെല്ലാം സ്വീകരിച്ച് ഞാൻ ഈശോനെ എന്നും സ്വീകരിക്കാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇന്നും ഞാൻ കരുതുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് എന്നും ഈശോ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ മതബോധന ഗ്രന്ഥം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ, യൂക്കരിസ്റ്റ് ഇസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. അതായത് വിശുദ്ധ കുർബാനയാണ് നമ്മളുടെ വിശ്വാസത്തിന്റെ സ്രോതസ്. അവിടെ നിന്നാണ് എല്ലാ കൃപകളും നമ്മളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ അതാണ് വിശുദ്ധ കുർബാനയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉച്ചസ്ഥായി. നമുക്ക് ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് നേടാൻ പറ്റുന്ന എന്താണ്? ഈശോനെ തന്നെ. ആ ഈശോയുടെ ഒന്നായി ചേരും നമ്മുടെ വിശുദ്ധ കുർബാനയല്ലേ. അതുകൊണ്ട് ഇതാണ് വിശുദ്ധ കുർബാനയാണ് എൻ്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു. ഞാനൊരു ഡോക്ടറാണ്. അതുപോലെ ഈശോ എനിക്ക് കുറിച്ച് തന്നൊരു കുറിപ്പടിയുണ്ട്. അതായത് ആത്മാവിലെ എൻ്റെ ക്യാൻസർ സുഖപ്പെടാനായിട്ട് ഈശോ എനിക്ക് 3 കാര്യമാണ് കുറിച്ച് തന്നത്. ഒന്ന്, ഇപ്പം ഒരു ക്യാൻസറുള്ള രോഗിക്ക് നമ്മൾ എന്താ ചികിത്സ കൊടുക്കുന്നത്? സർജറി, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി അല്ലേ? അപ്പം അതുപോലെ ഈ സർജറി എന്താണ്? ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതാണ് വചനം. അപ്പം ഈ വചനം കൊണ്ടുള്ള സർജറി നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാവണം. 2, കീമോതെറാപ്പി എന്താണ്? വിശുദ്ധ കുർബാന തന്നെയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും, നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തിലേക്കും ഈശോ കടന്നു വരികയാണ്. 3-മത്തെയാണ് റേഡിയോതെറാപ്പി. ഒരു ക്യാൻസർ ബാധിച്ച രോഗിക്ക് ഡോക്ടർ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ആ റേഡിയേഷൻ ആ വ്യക്തിയുടെ ക്യാൻസറുള്ള കോശങ്ങളെല്ലാം കരിച്ചു കളയും. പക്ഷേ ഈശോയുടെ ആ ശരീരത്തിൽ നിന്നുള്ള കിരണങ്ങൾ നമ്മുടെ ആത്മാവിലുള്ള ക്യാൻസറിനെ കരിച്ചു കളയുക മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ കൂടെ ഒത്തിരിയധികം കൃപകൾ കൊണ്ട് നമ്മുടെ ആത്മാവിനെ അലങ്കരിക്കുകയും ചെയ്യും. ഇത് ഈശോയ്ക്ക് മാത്രം തരാൻ പറ്റുന്ന റേഡിയേഷനാണ്. ഇങ്ങനെ ആ ദിവ്യ ഭിഷകരൻ കുറിച്ച് തന്ന ആ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ, വചനം, വിശുദ്ധ കുർബാന സ്വീകരിക്കൽ, അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ ആരാധന. ഇത് 3 ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒരു ദിവസം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അപ്പം എൻ്റെ മാമോദിസയ്ക്ക് മുമ്പുള്ളൊരു സംഭവം ഇത്. എന്നോട് ഒരു ബ്രദർ, റിലീജിയസ് ബ്രദർ ഉണ്ടായിരുന്നു, നവജീവനിലെ റീജൻസിക്ക് വന്ന്. ആ ബ്രദർ ചോദിച്ചു, ഡോക്ടറെ എന്തിനാണ് ഈ ഡോക്ടർക്ക് മാമോദിസയൊന്നുമില്ലല്ലോ, പക്ഷെ എന്നാലും എന്തിനാണ് എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്? സ്വീകരിക്കാനും പറ്റത്തില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ബ്രദറെ അതിനുള്ള ഉത്തരം വിശുദ്ധ കുർബാനയിൽ തന്നെയുണ്ട്. വിശുദ്ധ കുർബാന നമ്മൾ എന്നും കേൾക്കുന്നതല്ലേ, ഇത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണെന്ന്. അതുകൊണ്ട് ഈ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമായ ഈ വിശുദ്ധ കുർബാനയെ ഉപേക്ഷിച്ച് നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? ഇതിൽ നിന്നാണ് നമ്മൾ എല്ലാ ശക്തിയും സ്വീകരിക്കേണ്ടത്. സങ്കീർത്തൻ പറഞ്ഞിട്ടില്ലേ, കർത്താവേ സ്വർഗത്തിൽ എനിക്ക് അങ്ങല്ലാതെ എന്താണുള്ളത്? അതുകൊണ്ട് ഈ ഭൂമിയിൽ എനിക്ക് അങ്ങല്ലാതെ വേറൊന്നും വേണ്ടായേ. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കർത്താവെ സ്വർഗത്തിൽ അങ്ങല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. അതുകൊണ്ട് ഈ ഭൂമിയിലും കർത്താവെ നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് തരണമേ. ഇത് സംഭവിക്കുന്ന വിശുദ്ധ കുർബാനയിലല്ലേ. ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.